നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അൽ നസർ ആദ്യ മത്സരം പ്രോ ലീഗിൽ ഗംഭീരമായിട്ട് തുടങ്ങിയ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അൽ ഫത്തഹിനെ പരാജയപ്പെടുത്തി. ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. CR7 കളിക്കാത്തത് ടീമിനെ ബാധിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. ഏതായാലും അടുത്ത കളിക്ക് ക്രിസ്ത്യാനോ ഉണ്ടാകുമോ അതാണ് ചോദ്യം. അടുത്ത മത്സരം പക്ഷേ 2 ദിവസത്തിനപ്പുറം തന്നെയുണ്ട്. തിങ്കളാഴ്ച തന്നെയുണ്ട്. തിങ്കളാഴ്ചയല്ല ചൊവ്വാഴ്ച തന്നെയുണ്ട്. ഓഗസ്റ്റ് 18 രാത്രി ഇന്ത്യൻ സമയം 11:30 അൽ ദിരിയക്കെതിരെ കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിലാണ് ഇനി അൽ നസറിന് കളിക്കാനുള്ളത്. അത് കഴിഞ്ഞ് പ്രോ ലീഗിൽ ഓഗസ്റ്റ് 21 രാത്രി ഇന്ത്യൻ സമയം 9:30 അൽ റിയാദുമായിട്ട് കളിക്കുന്നു. അപ്പോൾ അടുത്ത മത്സരം ചൊവ്വാഴ്ച തന്നെ ഉണ്ടാകുമ്പോൾ ക്രിസ്ത്യാനോ കളിക്കുമോ എന്ന ചോദ്യം വരുന്നുണ്ട്. അത് കോച്ച് ആംഗെ പോസ്റ്റെക്കോഗ്ലോവിനോട് ഇന്നലെ കളിക്ക് ശേഷം ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു മറുപടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ ഇവിടെ ടീമിനോടൊപ്പം ഉണ്ട്. ഇന്നിവിടെ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പം പ്രസൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റിക്കവറിയാണ്. കാരണം ഇനിയിപ്പോൾ 2 ദിവസം മാത്രമേ അടുത്ത മത്സരത്തിനിടയിൽ ഞങ്ങൾക്കുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ഡിസൈഡ് ചെയ്യും ഏതൊക്കെ താരങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളത്. അത് അവരുടെ റെഡിനെസ് അനുസരിച്ചിരിക്കും എന്നാണ് കോച്ച് ക്രിസ്ത്യാനോയെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് പറഞ്ഞത്. സോ 2 ദിവസം കൂടി കഴിഞ്ഞ് താരങ്ങളുടെ റെഡിനെസ് പരിശോധിക്കും. ക്രിസ്ത്യാനോ ഓക്കെ ആണെങ്കിൽ കളിപ്പിക്കും എന്നാണ് കോച്ച് നൽകുന്ന സൂചന. അതേസമയം CR7 ആ മത്സരം കൂടി പുറത്തിരുന്നേക്കും എന്നുള്ള തരത്തിൽ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകുന്നുണ്ട്. എന്തായാലും ടീമിൻ്റെ പ്രകടനത്തിൽ വലിയ രൂപത്തിൽ പോസ്റ്റെക്കോഗ്ലു സന്തുഷ്ടനാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കൊരു സ്ട്രോങ് സ്ക്വാഡുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഈ മത്സരം കളിച്ചിട്ടില്ല ചിലർ, എന്നാൽ പോലും വിജയിക്കാൻ കഴിയുന്നു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ താരങ്ങളും കളിക്കാനിറങ്ങിയ എല്ലാ താരങ്ങളും അവർ സ്റ്റാർട്ട് ചെയ്തെന്നോ അതല്ല സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നെന്നോ എന്നുള്ളതല്ല, എല്ലാവരും ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മത്സരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതായിരുന്നു. ഓഫ് കോഴ്സ് ഒരു സീസണിൻ്റെ ആദ്യ മത്സരം എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്നാണ്. പക്ഷേ ട്രെയിനിങ് ക്യാമ്പിലും ഒക്കെ പ്ലേയേഴ്സ് നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 100% റെഡിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ച് താരങ്ങളൊന്നും ഇപ്പോഴും കളിക്കാൻ ഇറങ്ങിയിട്ടില്ലല്ലോ. പക്ഷേ ഈ പെർഫോമൻസ്, ഈ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇത് ആബ്സല്യൂട്ട്ലി എക്സലൻ്റ് ആണ് എന്നുകൂടി പോസ്റ്റെക്കോഗ്ലു പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.